ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി സ്പോട്ടിലേക്കാണ്. അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്, നമ്മുടെ സനത് ബീച്ച്. മറ്റേ ബീച്ചുകളെ പോലെ വലിയ തിരക്കോ ആളോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ബീച്ച്. കണ്ടൽക്കാടുകളും കുറേ പക്ഷികളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ലതാണ്. ഇവിടെ കുറേ പേരൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. കൂടുതലും എനിക്ക് അറബ്സാന്ന് തോന്നുന്നു കൂടുതലും. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളാണ്. ഈ കാണുന്ന എല്ലാം കണ്ടൽക്കാടുകളാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് അറിയില്ല എന്താണ്, നമുക്ക് ബസ് സൗകര്യമൊക്കെ ഉണ്ടോ ഒന്നും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നത്. കുറേ പേരൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. കൂടുതലും എനിക്കൊന്ന് അറബ്സാന്ന് തോന്നുന്നു. കൂടുതലും ഒരു വണ്ടിയിൽ വന്ന് കസേരയൊക്കെ ചെറിയ ചെറിയ കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. എന്നുവെച്ചാൽ വലിയ ബഹളമൊന്നുമില്ല. അതാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഒരുപാട് ദേശാടന പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ ദേശാടന പക്ഷികളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അപ്പൂപ്പൻ താടിയല്ലേ? അയ്യോ, ഞാൻ കണ്ടത് നമ്മുടെ അപ്പൂപ്പൻ താടി തന്നെയാണ്. പക്ഷെ അത് എവിടോട്ട് പറന്നു പോയെന്ന് കണ്ടില്ല. ഇത് അതെ, അപ്പൂപ്പൻ താടി. ഇത് നമ്മുടെ അപ്പൂപ്പൻ താടിയല്ലേ? അതെ ഗൈസ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. പോവല്ലേടി, നീ പോവല്ലേ? ആണുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഒരു ഞണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്തെല്ലാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുണ്ട്. നല്ല കടും ചുമന്ന നിറത്തിൽ. അവനതിനകത്ത് മണ്ണിനകത്ത് ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ ചുറ്റിക്കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് റൂമിൽ പോവാണ്. അപ്പം ഞങ്ങൾ ബീച്ചിൽ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ്. ഒരു 10-20 മിനിറ്റോളം നടക്കാനുണ്ട്. സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അങ്ങനെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വയ്യ. എവിടെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ്? എവിടെയാണ്? ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചില്ലെങ്കിൽ പോലും ഒരു കട, ഒരു കോൾഡ് സ്റ്റോർ കണ്ടുപിടിച്ചാൽ ഒരു വെള്ളം കുടിക്കാൻ.
സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്ത് പോകാൻ നേരത്ത് വെള്ളമൊക്കെ വാങ്ങിച്ച് കയ്യിൽ വയ്ക്കും. ബാഗിലിട്ടേക്ക് ഒരു ചെറിയ 2 കുപ്പിയിലെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ചാടിപ്പടച്ചിങ്ങി ഇറങ്ങി. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും എടുത്തില്ല. പിന്നെ പൊതുവെ അറിയത്തുമില്ല ഇവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തൊക്കെ ഇതുപോലെ ചെറിയ കോൾഡ് സ്റ്റോറുകളൊക്കെ കാണുമായിരിക്കുമെന്ന്. ഇച്ചിരി വെള്ളം കിട്ടിയോ മതി. ഇവിടെ എല്ലാം ഇങ്ങനെ വറ്റി വരണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അൻസാറിൽ 2 പേരെന്നെ കാണാൻ വന്നു. പവനും ആദവും. എനിക്ക് തോന്നുന്നു അവരുടെ വീട് വരുന്നത് സിഞ്ചിലാന്ന് തോന്നുന്നു. അപ്പോൾ അവർ 2 പേരും പോട്ടനെ അടുത്തിടെയായിട്ട് തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിലാണോ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു ആണ്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലേ, ഇനി ഇവിടെ വരുമ്പോൾ വന്ന് പരിചയപ്പെടണമെന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ പരിചയപ്പെടാൻ വന്നയാണോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ആണ്. അയാളങ്ങനെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഭയങ്കര ഇതുപോലെയുള്ള കുട്ടികൾ പിള്ളേർ സെറ്റ് വരും. ചിലർക്കൊക്കെ ഭയങ്കര മടിയാണ് മിണ്ടാൻ. ചിലരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ടൊക്കെ പോകും. അപ്പം എന്നെ അങ്ങനെ 2 പേര് വന്ന്, ഒരുപാട് പേര് വരുന്നുണ്ട്, വന്ന് ചോദിക്കുന്നുണ്ട്. ചിലരിങ്ങനെ പോകും. അതുവഴി പോകുമ്പോൾ തന്നെ അൻസാരി വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ, സൗമ്യ എന്നാണ്ട് വിശേഷം? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആളെ കാണത്തില്ല, അവരങ്ങ് പോയി കാണും. പക്ഷെ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ സുഖമല്ലേ, അല്ലേ നമുക്ക് അങ്ങോട്ട് സുഖമല്ലേ, നാട്ടിൽ പോകാറായോ എന്നൊക്കെ ചോദിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം പവനോടും ആദ്യത്തോടും ഞങ്ങൾ വലിയൊരു താങ്ക് യു. നമ്മളവിടെ എന്തോ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. നല്ല വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടിയാലോ. എന്നാ പറഞ്ഞത്, ഐസ്ക്രീം കടയാണോ? അപ്പം അവിടെ കടയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഗ്ലാസ് തന്ന്. നമ്മളിവിടെ റോഡിലൊക്കെ നമുക്ക് ഇതുപോലെ കുടിക്കാനുള്ള പൈപ്പ് വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഫിൽറ്റർ വാട്ടർ കിട്ടുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഗ്ലാസ് തന്നിട്ടുണ്ട്. നമുക്കങ്ങനെ ഇവിടുന്ന് നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം. വെള്ളമില്ല മനസ്സാ, ഇച്ചിരി വെയിറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു അനുഭവം ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയാണ്, ഫോർ ഡ്രിങ്കിങ് ഉള്ളി. ഇങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇതുവരെ നമ്മളങ്ങനെ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ, ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾ. എന്തോ ഒരു ആശ്വാസം, ഇച്ചിരി വെള്ളം അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിന്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങളിങ്ങനെ അങ്ങ് ഇറങ്ങുമൊന്നും നോക്കാതെ എന്നിട്ട് അവിടെ ഇങ്ങനെ പോയി ഇതുപോലെ ഒരു വള്ളിയും പിടിച്ചിരിക്കും. എന്തോ ചെയ്യും ഇനി. താങ്ക് യു സോ മച്ച് ആ കടക്കാർക്ക്. നമ്മൾ നാട്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറിയെങ്കിലും നമുക്ക് 1 ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കാതെ പറയാം. അപ്പം അതിന് പകരം എനിക്ക് തോന്നി ഇവിടെ ഒക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതാണ്ട് ഈ ഷോപ്പിലെ ചേട്ടന്മാരാണ് നമുക്ക് ഗ്ലാസ് തന്ന് സഹായിച്ചത്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് എൻ്റെ കെട്ടിയും വരുന്നുണ്ട്. നമുക്കിനി ആ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു.